ഇന്ന് പ്രകാശത്തിൻ്റെ ദീപാവലി. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ദീപാവലി. ക്ഷേത്ര ദർശനം നടത്തിയും പടക്കം പൊട്ടിച്ചും പരസ്പരം മധുര പലഹാരങ്ങൾ സമ്മാനിച്ചുമാണ് മലയാളികൾ ദീപാവലിയെ വരവേൽക്കുന്നത്. ദീപാവലി എന്നാൽ ദീപങ്ങളുടെ ഉത്സവം എന്നാണ് അർത്ഥം. പേരുപോലെ തന്നെ ദീപാവലിയെ അക്ഷരാർത്ഥത്തിൽ വെളിച്ചത്തിൻ്റെ ഉത്സവമാക്കി മാറ്റുകയാണ് വിശ്വാസ സമൂഹം. വഴിയോരങ്ങളിലും വീട്ടുമുറ്റങ്ങളിലുമെല്ലാം പടക്കം പൊട്ടിക്കുന്ന തിരക്കിലാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. തുലാമാസത്തിലെ അമാവാസി ദിവസമാണ് ദീപാവലി ആഘോഷിച്ചു വരുന്നത്. ദീപങ്ങളുടെ ഉത്സവമായ ദീപാവലി ദിനത്തിൽ ഹിന്ദു, ജൈന, സിഖ് മതവിശ്വാസികൾ മൺവിളക്കുകൾ തെളിച്ചും പടക്കം പൊട്ടിച്ചും ദീപാവലിയെ ആഘോഷിക്കുന്നു. ദീപാവലി ദക്ഷിണേന്ത്യൻ ഭാഷകളായ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, സംസ്കൃതത്തിലെ അതേ പേരിലും മറ്റു ഭാഷകളിൽ ദീവാലി എന്ന പേരിലും ആചരിച്ചു വരുന്നു. എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഈ ദീപാവലിയെ ആഘോഷപൂർവ്വം വരവേൽക്കുന്നു. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിൻ്റെ സുതാര്യതയിലേക്ക് മാനവരാശിയെ കൈപിടിച്ച് ആനയിക്കുന്ന ഭാരതീയ മഹോത്സവമായ ദീപാവലിയാണ് ഇന്ന്. അജ്ഞാനത്തിൻ്റെയും തിന്മയുടെയും അന്ധകാരത്തിനുമേൽ ജ്ഞാനത്തിൻ്റെയും നന്മയുടെയും പ്രകാശം നേടിയ വിജയം. ദീപാവലിയെ ചുറ്റിപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ശ്രീരാമദേവൻ 14 വർഷത്തെ വനവാസത്തിനു ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയതിനെ പ്രതിനിധീകരിച്ചാണ് ദീപാവലി ആഘോഷിക്കുന്നത് എന്നാണ് ഒരു ഐതിഹ്യം. രാവണവധത്തിനു ശേഷം അയോധ്യയിൽ മടങ്ങിയെത്തിയ ശ്രീരാമദേവനെയും സീതാദേവിയെയും ദീപങ്ങൾ തെളിയിച്ച് പ്രജകൾ വരവേറ്റതിൻ്റെ സ്മരണ പുതുക്കലാണ് ദീപാവലി എന്നതാണ് മറ്റൊരു വിശ്വാസം. ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ചതിൻ്റെ ആഘോഷമാണെന്നും ജൈനമത വിശ്വാസപ്രകാരം മഹാവീരൻ നിർവ്വാണം പ്രാപിച്ചതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്നുമുള്ള ഐതിഹ്യങ്ങളും ദീപാവലിയെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഇന്ന് ദീപാവലി ആഘോഷിക്കുന്നു. ഉത്തരേന്ത്യയിലാണ് ദീപാവലിയുടെ തിളക്കം കുറച്ചുകൂടി കൂടുക. അവിടെയാണ് ദീപാവലി ആഘോഷം കുറച്ചുകൂടി പ്രൗഢഗംഭീരമായി അവർ ആഘോഷിക്കുന്നത്. ഇന്നലെ കേരളത്തിലെ പടക്കക്കടകളിലെല്ലാം നല്ല തിരക്കായിരുന്നു. മത്താപ്പും തറച്ചക്രവും കമ്പിത്തിരിയും കത്തിച്ച് ഇന്ന് ദീപാവലിയുടെ ആഘോഷപൂരം ഒരുക്കും. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്താണ് മലയാളികൾ ദീപാവലിയെ കൂടുതലും മധുരതരമാക്കുന്നത്. വ്യത്യസ്തമായ പുതിയ വിഭവങ്ങൾ ദീപാവലിക്കായി പലഹാരക്കടകളിൽ നേരത്തെ എത്തിയിരുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേക ദീപ അലങ്കാരങ്ങളും പൂജകളും ഉണ്ടാകും. എല്ലാ പ്രിയപ്പെട്ടവർക്കും മധുരതരമായ പ്രകാശപൂർണമായ ദീപാവലി ആശംസകൾ.